ഹലോ, അസ്സലാമു അലൈക്കും. ഫുഡ് ആൻഡ് ക്രാഫ്റ്റ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ബീഫ് വെച്ചിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഞങ്ങളുടെ സ്പെഷ്യൽ ബീഫ് കറിയാണിത്. ഒരു കാസർഗോഡൻ കറിയാണിത്. അപ്പം ഇത് നമുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വരാം. കുക്കറിൽ ബീഫ് ആക്കിയിട്ടുണ്ട്. 1 കിലോ ബീഫാണ് എടുത്തിട്ടുള്ളത്. അതിനകത്തേക്ക് നമുക്ക് ഞാൻ വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞതാണ്. ഒരു ഉണ്ട വെളുത്തുള്ളിയാണ് എടുത്തിട്ടുള്ളത്. വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു വലിയ സവാള, ഇടത്തരം കുറച്ച് വലിപ്പമുള്ളൊരു തക്കാളി അരിഞ്ഞ്, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂണ് ഉപ്പിട്ടിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. ഇറച്ചിയുടെ വെള്ളം ഉണ്ടാവും, എന്നാലും കുറച്ച് വെള്ളം ഒഴിക്കാം. മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. അടച്ചു വെച്ച് വേവിക്കാം. 3 വിസിൽ വേണം ഈ കുക്കറിൽ വെന്ത് വരാനായിട്ട്. അപ്പോഴേക്ക് നമുക്കൊരു മസാല വറുത്തെടുക്കാം. ഒരു പാൻ വെച്ചിട്ട് ഒന്ന് ചൂടാകുമ്പോൾ അതിനകത്തേക്ക് ഞാൻ ഇവിടെ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി ചില്ലിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി, ഇത് കുരുമുളക് പൊടി, ഇത് പെരിഞ്ജീരകം പൊടിച്ചത്, ഇത് ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. ബ്രൗൺ കളറാകുന്നവരൊക്കെ ഒന്ന് വറുത്തെടുക്കണം. ഇത് നല്ലൊരു എരിവുള്ള കറിയാണ്. പക്ഷേ മുളക് പൊടിയല്ല കൂടുതലായിട്ട് എടുക്കുന്നത്, കുരുമുളക് പൊടിയാണ് കൂടുതലായിട്ട് ഇതിനകത്ത് ചേർക്കുന്നത്. നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ആക്കാം. ഇതൊന്ന് ചൂടാറി വരട്ടെ. വെച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് 2 വലിയ സവാള അരിഞ്ഞതും 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം. നല്ലോണം വഴറ്റിയെടുക്കാം. പിന്നെ അതിലോട്ട് നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇത് നല്ലോണം വഴന്നു വേണം. ഇത് നല്ലോണം വഴന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേവിച്ച് വെച്ചിട്ട് ബീഫ് ഇതിനകത്തോട്ട് ആ വെള്ളത്തെ പടി ഒഴിച്ചു കൊടുക്കാം. ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് നല്ലോണം വറ്റി വരട്ടെ. നമുക്ക് അപ്പുറത്തെ അടുപ്പിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് ഇനി ഒരു തേങ്ങ ഒന്ന് വറുത്തെടുക്കണം. ഞാൻ ഇവിടെ ഒരു ചെറിയ തേങ്ങയാണ് എടുക്കുന്നത്. അത് ഒന്ന് വറുത്തെടുക്കാം. ഒരു തേങ്ങൻ്റെ
ഇട്ടിട്ടാണ് നല്ല ടേസ്റ്റാണ്. ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/4 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. 1/4 ടീസ്പൂൺ മതി. ഇതിലേക്ക് നമ്മുടെ വറുത്ത് വെച്ചേക്കണ തേങ്ങ ഇട്ടു കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. പൊറോട്ടക്കൊക്കെ ബെസ്റ്റാണ് ഈ കറി. പൊറോട്ടയും നെയ്ച്ചോറും ഒക്കെ ഉണ്ടെങ്കിൽ ഈ കറി ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇതിനകത്തേക്ക് നമുക്കൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ഇട്ട് കൊടുക്കാം. ഞാൻ പറഞ്ഞില്ലേ, കുരുമുളക് പൊടിയാണ് ഇതിന് കൂടുതലായിട്ട് വേണ്ടുന്നത്. ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ ജീരകപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി. നമ്മുടെ എൻ്റെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞങ്ങളുടെ നാട്ടിലത്തെ കറിയാണ്, നല്ല കാസർഗോഡുള്ള കറിയാണ്. ബീഫിൻ്റെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ്. നമ്മുടെ ബീഫ് കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. ചപ്പാത്തിൻ്റെ കൂടെ, പൊറോട്ടൻ്റെ കൂടെ, നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പം ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇനി അടുത്ത റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം.